എന്നാൽ അതിലേറെ ദുഃഖകരമായ ഒരു അനുഭവം പണ്ടൊന്നും ഇല്ലാത്തതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കള്ളും ചാരായവും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഇടത്തു നിന്ന് MDMA-യും LSD സ്റ്റാമ്പ് പോലെയൊക്കെയുള്ള മാരകമായ രാസലഹരികൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജനം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പ്രായമുള്ളവരൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കൊച്ചു കുഞ്ഞുങ്ങളടക്കം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മുതൽ അങ്ങ് പ്രൊഫഷണൽ ക്യാമ്പസുകൾ വേണ്ട നമ്മുടെ ഭവനങ്ങൾക്കകത്ത് സഹോദരിമാരുൾപ്പെടെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കിലോ കണക്കിന് കഞ്ചാവുകളാണ് കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ പിടികൂടുന്നത്. ഇത് പിടികൂടുന്ന കഞ്ചാവിന്റെ കണക്കാണെങ്കിൽ പിടികൂടാത്ത കഞ്ചാവിന്റെ കണക്ക് എത്രയോ വലുതാണ്. അതിലേറെ ദുഃഖകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് നാം പിടികൂടുന്ന ഈ MDMA-യും LSD സ്റ്റാമ്പും ഒക്കെ ആയിട്ട് പിടികൂടുന്നതിൽ നല്ലൊരു ശതമാനവും പെൺകുട്ടികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രൊഫഷണൽ കോളേജുകളിലും അതുപോലെ ഉന്നതമായ കുടുംബങ്ങളിലൊക്കെ ജനിച്ച് വളർന്ന പെൺകുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുമൊക്കെയായി പിടികൂടുന്ന വാർത്തകൾ നമ്മുടെ ചുറ്റിലും കേട്ടുകൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് അപ്പനാരെന്നറിയത്തില്ല, അമ്മയാരെന്നറിയത്തില്ല, പെങ്ങളാരെന്നറിയത്തില്ല, സാംസ്കാരികമായി അതമ്പതിച്ച ഒരു മനുഷ്യന്റെ കൂട്ടമായി ഇന്ന് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. അത്തരണത്തിലാണ് ഞങ്ങൾ ഈ തെരുവീതിയിൽ നിന്നുകൊണ്ട് ഈ സത്യത്തെ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, പെറ്റമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത, അപ്പനെ കോടാലിക്കൈ കൊണ്ടടിച്ച് വകവരുത്തുവാൻ മടിയില്ലാത്ത, അപ്പനെ അമ്മയെ കൊണ്ടുപോയി ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത, പെറ്റ വയറിനെ മാനിക്കാതെ മാനഭംഗം ചെയ്യുന്ന തലമുറയുള്ള നാടായി നമ്മുടെ നാട് മാറുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ 5, 6, 7 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കാൻ മടിയില്ലാത്തവരായി നമ്മുടെ നാട്ടിലെ ജനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ദുരവസ്ഥ കൂടി ഈ ദിവസം നമ്മൾ കാണാതെ പോകരുത്, കേൾക്കാതെ പോകരുത് എന്ന ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുവാൻ മനുഷ്യന് ദൈവം ഒരുക്കിയിട്ടുള്ളൊരു മാർഗമുണ്ട്, സത്യമാർഗം, സുവിശേഷത്തിന്റെ മാർഗം. അത് വിളിച്ചു പറയുവാനാണ് ഞങ്ങൾ ഈ തെരുവിൽ നിൽക്കുന്നത്. എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ, സാംസ്കാരിക പ്രസംഗങ്ങൾ, എത്രയോ ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ്. എന്നാൽ ഇന്നു വരെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനോ ഒരു സാംസ്കാരിക പ്രസംഗത്തിനോ ഒരു ചാനൽ ചർച്ചയ്ക്കോ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2000 വർഷമായി ലോകത്തിന്റെ തെരുവീതികളിൽ പ്രസംഗിക്കപ്പെടുന്ന സത്യ സുവിശേഷമാണ് ജനത്തെ രൂപാന്തരപ്പെടുത്തിയത്, ജനത്തെ മാനസാന്തരപ്പെടുത്തിയത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ക്രിമിനൽ സ്വഭാവങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന, മനുഷ്യനായി ജീവിക്കുവാൻ മനുഷ്യനെ പഠിപ്പിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ ഈ തെരുക്കോടിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷമാണ്. സുവിശേഷ സത്യത്തിന് മാത്രമേ മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രയെത്ര സന്ദേശങ്ങൾ കേട്ടിട്ടും മനുഷ്യൻ പലതും കേട്ട ചെവി കൊണ്ട് കേട്ട് മറ്റു ചെവി കൊണ്ട് അതിനെ കളഞ്ഞു പോകുമ്പോ ഹൃദയത്തെ സ്പർശിക്കുന്ന, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയായി സുവിശേഷം മാറുകയാണ്. സുവിശേഷത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: സുവിശേഷം അത് ദൈവശക്തിയാണ്. അത് യഹൂദനെയും യവനരെയും ലോകത്തുള്ള സകല ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരെയും രൂപാന്തരപ്പെടുത്തുന്ന, മാനസാന്തരപ്പെടുത്തുന്ന, ദൈവത്തിലേക്ക് നയിക്കുന്ന, പുതു സൃഷ്ടിയാക്കി മാറ്റുന്ന ഏക സന്ദേശമാണ് സത്യ സുവിശേഷം. സുവിശേഷം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജീവിതം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്, ഇതെല്ലാം അടങ്ങുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. പാപത്തിന്റെ അഗാധഭൂമത്തിൽ വീണുപോയ മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ അവൻ പലതരത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, നേർച്ചകൾ പലതും ചെയ്ത് അവന്റെ ജീവിതം പല വിധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടും മനുഷ്യന്റെ ഒരു കർമ്മം കൊണ്ടും മനുഷ്യന്റെ ഒരു ആചാരം കൊണ്ടും മനുഷ്യൻ നടത്തുന്ന മതഭക്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ പോയപ്പോ
പാലസ്തീനയുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ, ബത്ലഹേം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ കന്യകയിൽ നിന്ന് ദൈവസുതനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരം ലോകത്തിന് പറയാറുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പറയാറുണ്ട്, യേശു ദൈവമായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു, ദൈവത്തിന്റെ തേജസ്സിനകത്തും മഹത്വത്തിനകത്തും ദൈവത്തിന്റെ സകലവിധ സമത്വത്തിനും വസിച്ചവനാണ്. എന്നാൽ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു കന്യകയുടെ ഗർഭപാത്രത്തോളം ചെറുതായി ദൈവം ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനെ തേടി ദൈവം ഭൂമിയിൽ വന്നു. അതാണ് സുവിശേഷം. മനുഷ്യൻ ദൈവത്തെ തേടിച്ചെന്നതല്ല, മറിച്ച് ഭാവിയായ മനുഷ്യനെ തേടി ദൈവം ഭൂമിയിലേക്ക് വന്നു. ഏത് മനുഷ്യനെയാണെന്നറിയാമോ? ഒരു നന്മയും വസിക്കാത്ത, ഒരു പ്രയോജനം ഇല്ലാത്ത, എന്നും പാപം മാത്രം ചെയ്യുന്ന, പാപത്തിലേക്ക് മാത്രം മനസ്സ് തിരിച്ചു വെച്ചിരിക്കുന്ന, ക്രിമിനൽ സ്വഭാവത്തിൽ ജീവിക്കുന്ന, സകലവിധ തിന്മകൾക്കകത്തും ജീവിക്കുന്ന മനുഷ്യനെ തേടി ഈ ഭൂമുഖത്തേക്ക് സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവപുത്രനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കാന്, പാപത്തിന്റെ അഗാധ രൂപത്തിൽ കടന്നുപോയ മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു യാഗമായി മാറി. യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി. മനുഷ്യൻ നടത്തുന്ന മറ്റൊരു യാഗകർമ്മ ആചാര അനുഷ്ഠാനങ്ങൾക്കും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ, പാപമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപത്തെ കുറിച്ച് അറിവില്ലാത്ത ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായി കാൽവരിയിൽ അകൃത്യയാഗമായി തീർന്നു. ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ എന്നേക്കുമായി പാപമോചനം സാധിക്കുവാനിടയായി. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഏത് ക്രിമിനൽ സ്വഭാവത്തിന് അടിമപ്പെട്ടവനും, കോടതികൾ ക്ഷമിക്കാത്ത, പോലീസ് സ്റ്റേഷനുകൾ ക്ഷമിക്കാത്ത, ജയിലറുകൾ ക്ഷമിക്കാത്ത, കുടുംബക്കാർ ക്ഷമിക്കാത്ത, പാപത്തിന് ക്ഷമ കൂട്ടുന്ന ഒരേ ഒരു ഇടമേ ഉലകത്തിലുള്ളൂ. അത് യേശുവിന്റെ സന്നിധിയിലാണ്. യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഏതൊരു വ്യക്തിക്കും മുഖം നോക്കാതെ, നിറം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ പാപക്ഷമ തന്ന അവനെ ദൈവപുത്രനാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ പൈതലാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യ സുവിശേഷം. എന്തിനാണ് ഇത് ടെലിഫോണിൽ പ്രസംഗിക്കുന്നത്? കാരണം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഏത് ജാതിയിലാകട്ടെ, ഏത് മതത്തിലാകട്ടെ, ഏത് വർണ്ണത്തിലാകട്ടെ, സകല വ്യക്തികളും സത്യമറിഞ്ഞ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി, സത്യാന്വേഷകരായി, ദൈവത്തെ അറിഞ്ഞ, ദൈവത്തോട് ചേർന്ന ദൈവത്തിന്റെ പുത്രീ പുത്രന്മാരായി ഈ ഭൂമിയിൽ പാർത്ത് നിത്യതയിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇതിന് നേർച്ച കൊടുക്കണ്ട, സമ്പത്ത് കൊടുക്കണ്ട, കാഴ്ച കൊടുക്കണ്ട, തീർത്ഥാടനം കൊടുക്കണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ ഭാവിയാണ്, എന്റെ ജീവിതത്തെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണമേ, മാനസാന്തരപ്പെടുത്തണമേ എന്ന് ഇന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും പുത്രത്വവും നിത്യജീവനും സൗജന്യമായി യേശു നൽകി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യരെ പോലെ യേശുവിനെ അടക്കം ചെയ്തു. കാൽവരിയിൽ മരിച്ച യേശുവിനെ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം യേശു മരണവാസങ്ങളെ ജയിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ തെരിക്കോട് വന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ സുവിശേഷം മരിച്ച ഒരു യേശുവിനെ കുറിച്ചല്ല, മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ കുറിച്ചാ. യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് താങ്കളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്ന, താങ്കളുടെ പാപാവസ്ഥയിൽ നിന്ന് താങ്കളെ വിടുവിച്ച ഒരു പുതു സൃഷ്ടിയാക്കി, താങ്കളുടെ ജീവിതത്തിലെ ആത്മഹത്യാ പ്രവണതകളിൽ നിന്ന് താങ്കളെ പുറത്തു കൊണ്ടുവന്ന, തകർന്നുപോയ താങ്കളുടെ കുടുംബ ജീവിതത്തെ പുതുക്കിപ്പണിത, താങ്കൾക്ക് ഒരു
പുതിയ സൃഷ്ടിയാകുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകുകയാണ്. നിങ്ങളെയും ഞങ്ങൾ അറിയുന്ന ഈ അനുഭവത്തിലേക്ക്, ഈ ആത്മീയ സന്തോഷത്തിലേക്ക്, ഈ ആത്മീയ സത്യത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനിയും മദ്യപിച്ച്, ലഹരി ഉപയോഗിച്ച് ജീവിതം തകർക്കല്ലേ, കുടുംബം തകർക്കല്ലേ, സാമ്പത്തികമായി കടഭാരങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ, രോഗാതുരമായ അനുഭവത്തിലേക്ക് പോകല്ലേ, നിങ്ങളുടെ സഹോദരിമാരും കുഞ്ഞുങ്ങളും തകർക്കപ്പെടുവാൻ ഇടയാകല്ലേ, കൂട്ടമായി ആത്മഹത്യ ചെയ്യല്ലേ. ഒരു മാർഗമുണ്ട്, യേശു എന്ന മാർഗം. ഈ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ താങ്കൾക്ക് സൗജന്യമായി ഈ പാപമോചനവും പുത്രത്വവും നിത്യജീവനും അനുഭവിക്കാൻ കഴിയും, നിത്യസമാധാനം അനുഭവിക്കാൻ കഴിയും. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ ഞങ്ങളും പല വഴിക്കൊക്കെ ജീവിച്ചവരാ. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിക്കാനും അവർക്ക് വേണ്ടി തല്ലാനും ഒക്കെ